ഈ വീഡിയോ നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം 15,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഫോണുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കുന്ന ഫ്രീഡം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഓഫറിന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫോണുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഏത് ഫോണുകളൊക്കെയാണ്, അതിന്റെ സ്പെക്ക് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓപ്പോന്റെ K14X എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ 6.75 ഇഞ്ചിന്റെ HD+ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ്. 120 Hz ആയതുകൊണ്ട് തിരക്കേടില്ലാത്ത സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് നോക്കിയാൽ 6500 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കേസിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. ഇനി പ്രൊസസറിലേക്ക് പോയാൽ MediaTek Dimensity 6300 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഒരു ബഡ്ജറ്റ് റേഞ്ച് ചിപ്സെറ്റ് ആണ്, എങ്കിലും തിരക്കേടില്ലാതെ ഈ ഒരു ഫോണിൽ ഫ്രീ ഫയർ ഒക്കെ റൺ ആയിക്കോളും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 16,499 രൂപയാണ്. ഇതിൽ ബാങ്ക് ഓഫർ ഒക്കെ കിഴിച്ചിട്ടായിരിക്കും ഫ്രണ്ട്സ് ഈ ഒരു 16,499 രൂപ വരുന്നത്. എങ്കിലും അത്യാവശ്യം വെർത്ത് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഓപ്പോന്റെ ഈ ഒരു K14X. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ബ്രോ ഇത് 16,000 കിടന്നു പോയില്ലോ, ഒരു 16,000 അല്ലെങ്കിൽ അതിന് താഴെ ഒരു 15,000 സംതിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരു ഫോൺ ഉണ്ടോ ഇതിനും നല്ല സ്പെക്കിൽ എന്ന് വെച്ചാൽ അതിനും ഒരു ഫോൺ ഉണ്ട്. അതാണ് നമ്മുടെ റിയൽമിയുടെ P4 Lite. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പോ K14X-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ ഒരു ഫോൺ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ചിന്റെ HD+ 144 Hz ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് റിയൽമിയുടെ. നേരത്തെ 120 Hz ആയിരുന്നു, ഇത് 144 Hz, കുറച്ചുകൂടി സ്മൂത്ത് കൂടുതലായിരിക്കും. കൂടാതെ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 500 mAh ഈ ഒരു ഫോണിൽ കൂടുതലാണ്. ഇത് കൂടാതെ പ്രൊസസർ സെയിം ആണ്. MediaTek Dimensity 6300 ചിപ്സെറ്റ് ആണ് ഈ ഒരു റിയൽമി P4 Lite എന്ന് പറയുന്ന ഫോണിന് വരുന്നത്. പ്രൈസിൽ നോക്കിയാലും വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഫോൺ 16,000 കഴിഞ്ഞ് 16,499 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നെങ്കിൽ ഈ ഒരു ഫോൺ 15,749 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം കണ്ടോ ആ ഒരു ചെറിയ ഡിഫറൻസ് എങ്കിൽ ചെറിയ ഡിഫറൻസ് ഈ ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഫോണാണ്. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുമെന്ന് പറയില്ല, എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഫ്രീ ഫയർ റൺ ചെയ്യിക്കാൻ പറ്റും അത്യാവശ്യം തിരക്കേടില്ലാതെ. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത്ര വില കുറവിനൊക്കെ ഫോൺ കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് ഫ്രണ്ട്സ്. കാരണം ഇപ്പൊ ഫോണൊക്കെ പ്രൈസ് അങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഓഫറിന് ഒരു 15 റേഞ്ചിന് നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫോണുകൾ വരുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഫോണാണ് ഫ്രണ്ട്സ് പക്ക വെർത്ത് ഫോൺ. ഈ 3 ഫോണിൽ ഈ പറയാൻ പോകുന്ന ഫോൺ നിങ്ങൾ എടുത്താൽ മതി എന്നേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. കാരണം ഈ നേരത്തെ പറഞ്ഞ 2 ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് രണ്ടിനേക്കാളും വില കുറവാണ്, സ്പെക്ക് കൂടുതലുമാണ്. ഈ ഒരു ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഫോൺ ഏതെന്ന് വെച്ചാൽ നമ്മുടെ പോക്കോന്റെ ഫോണാണ്, പോക്കോ M7 Plus. ഈ ഒരു ഫോണിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ 144 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ ആണ് നേരത്തെ 2 ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് കൂടാതെ ഇതിൽ ഏകദേശം 7000 mAh ബാറ്ററിയും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഈ ഒരു ഫോൺ എടുക്കാൻ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ കാരണം ഇതിന്റെ പ്രൊസസർ ആണ്. ഇതിൽ വരുന്നത് Snapdragon 6s Gen 3 ചിപ്സെറ്റ് ആണ്. അതും ഈ പറയുന്ന 15,000 രൂപ റേഞ്ചിന് അടിപൊളി സ്പെക്ക് ആയിട്ടുള്ള ഒരു ഫോൺ കിട്ടാന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ ഉറപ്പ് പറയാം, ഈ ഓഫർ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൈസ് കൂടും. എന്തായാലും ഒരു 17,000 രൂപ മേലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ പക്ഷേ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 15,499 രൂപയ്ക്കാണ്. ആ ഒരു ഓഫറിന് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ 3 പറഞ്ഞ ഓഫറും ഫ്ലിപ്കാർട്ടിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രീ ഫയർ കളിക്കാൻ പറ്റും അടിപൊളിയായിട്ട്. ഞാൻ ഇത് കളിച്ച് നോക്കിയിട്ടുള്ളതാണ്. ആ വീഡിയോന്റെ ഗെയിം പ്ലേ എടുക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഫോണുകളാണ് നമുക്ക് ഏകദേശം 15,000 രൂപ റേഞ്ചിൽ ഈ പറയുന്ന ഫ്രീഡം ഓഫറിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പറഞ്ഞ പോക്കോന്റെ M7 Plus ആണ്. ഇതിൽ വെർത്തായിട്ടുള്ള ഫോണും അത് തന്നെയെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോക്കോയുടെ M7 Plus എടുക്കാം. ഇത് പ്രൊമോഷനോ വേറെ കൊളാബറേഷനോ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി 3 ഫോണിന്റെ സ്പെക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സ്പെക്ക് വൈസ് നോക്കിയാലും പ്രൈസ് വൈസ് നോക്കിയാലും ബെറ്റർ M7 Plus തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കാൻ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഫോൺ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു 15,000 റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.